കട്ടപ്പന പോക്സോ കോടതി വിധിയിൽ വണ്ടിപ്പെരിയാറിൽ വ്യാപക പ്രതിഷേധമാണ് ഉടലെടുക്കുന്നത്. പ്രതിഷേധ ജ്വാലകൾ സംഘടിപ്പിക്കുന്നു. കോൺഗ്രസ്, CPI, BJP ഉൾപ്പെടെയുള്ള സംഘടനകൾ ചേർന്ന് പോലീസ് സ്റ്റേഷനിലേക്കും പ്രകടനം നടത്തുകയാണ്. ഒപ്പം തന്നെ CPM ടൗണിലും പ്രകടനം നടത്തി. കോൺഗ്രസ് പ്രകടനത്തിൽ പോലീസുമായി സംഘർഷവുമുണ്ടായി. വാർത്തയുടെ വിശദാംശങ്ങളുമായി ജെറിൻ ചേരുകയാണ്. ജെറിൻ, ഈ ഒരു വിഷയത്തിൽ വളരെ നമുക്കറിയാം ഇപ്പോൾ വളരെയേറെ ദുഃഖിപ്പിക്കുന്ന ഒരു വിധി തന്നെയാണ് പുറത്തേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ വളരെയേറെ പ്രതിഷേധവും ജില്ലയിൽ അലയടിക്കുന്ന ഒരു സാഹചര്യം ജില്ലയുടെ വിവിധ മേഖലകളിൽ നടക്കുന്നു. പ്രധാനമായും ഈ ഒരു വിഷയം സംഭവിച്ച വണ്ടിപ്പെരിയാറിലാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടക്കുന്നത്. കട്ടപ്പന പോക്സോ കോടതി വിധിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് CPI, BJP ഒപ്പം തന്നെ കോൺഗ്രസ്, CPM അടക്കമുള്ള സംഘടനകളെല്ലാം തന്നെ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കും. ഇതിനിടയിൽ കോൺഗ്രസ് നടത്തിയ പ്രകടനത്തിൽ പോലീസുമായി സംഘർഷമുണ്ടായതായി അറിയാൻ കഴിയുന്നു. എന്താണ് വിശദാംശങ്ങൾ? പ്രകടനങ്ങളാണ് നടത്തിയിരുന്നത്. അതായത് വണ്ടിപ്പെരിയാറിലെ തന്നെ 6 വയസ്സുകാരിയാണ് പീഡിപ്പിക്കപ്പെട്ട് ക്രൂര കൊലപാതകത്തിന് സാക്ഷിയായത്. കോടതി വിധി വന്നപ്പോൾ തന്നെ വണ്ടിപ്പെരിയാർ ഏകദേശം ഒരു മൂക അവസ്ഥയിലായിരുന്നു. ഇതേ തുടർന്ന് വൈകിട്ടോടുകൂടിയാണ് പ്രകടനങ്ങൾ, പോലീസ് സ്റ്റേഷൻ മാർച്ചുകളൊക്കെ ആരംഭിച്ചത്. CPIയുടെയും അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെയും BJPയുടെയും ഒക്കെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. ഇതിനു പുറമെ CPMന്റെ നേതൃത്വത്തിൽ കുമളി ടൗണിലും പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി. ഇതിനെ CPMനെതിരെ രാഷ്ട്രീയവൽക്കരിക്കുന്നു എന്ന രീതിയിലാണ് CPM ടൗണിൽ പ്രകടനം നടത്തിയത്. ഇത് ഹൈക്കോടതി കേസിൽ ഇടപെടണം, പുനരന്വേഷണം ആവശ്യപ്പെട്ടാണ് CPM ഈ കേസിൽ വണ്ടിപ്പെരിയാർ ടൗണിൽ പ്രകടനം നടത്തിയത്. കോൺഗ്രസ് ആകട്ടെ നടത്തിയ പെട്രോൾ പമ്പിന് സമീപത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലെത്തിയതോടെ അവിടെ പോലീസിന് നേരെ പന്തംകൊളുത്തി പ്രകടനത്തിന് പന്തങ്ങളൊക്കെ എറിയുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതിനു പുറമെ കയ്യിലുണ്ടായിരുന്ന കമ്പുകൾ കൊണ്ട് പോലീസിനെ ആക്രമിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതോടൊപ്പം തന്നെ അല്പസമയം ഒന്നും തള്ളുമുണ്ടായി. തുടർന്ന് അരമണിക്കൂറോളം വണ്ടിപ്പെരിയാറിൽ ദേശീയപാത ഉപരോധിക്കുന്ന ഒരു സാഹചര്യമാണ് കോൺഗ്രസ് നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാർ നടത്തിയത്. തുടർന്നാണ് BJPയുടെ പ്രകടനം, പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തിയത്. ഇതോടൊപ്പം തന്നെ CPIയുടെ നേതൃത്വത്തിലും കേസിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ വണ്ടിപ്പെരിയാറിൽ മാർച്ച് നടത്തി. ഇതിനു പുറമെ ഏറ്റവും ഒടുവിലായിട്ടാണ് SDPയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തിയത്. അതായത് ഈ കോടതി വിധിയിൽ അക്ഷരാർത്ഥത്തിൽ വണ്ടിപ്പെരിയാറിനെ ഞെട്ടിച്ചുകൊണ്ട് തന്നെ വിവിധ രാഷ്ട്രീയ സംഘടനകളും രാഷ്ട്രീയ പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് പോലീസ് സ്റ്റേഷനോടൊപ്പം തന്നെ വിവിധ പ്രതിഷേധ മാർച്ചുകൾ വണ്ടിപ്പെരിയാറിൽ അരങ്ങേറിയത്. ഏറ്റവും അതായത് പറയുകയാണെങ്കിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള മാർച്ചിൽ നേരിയ തോതിലുള്ള സംഘർഷം ഉണ്ടാകുകയും അതോടൊപ്പം തന്നെ ദേശീയപാത അരമണിക്കൂറോളം ഉപരോധിക്കുന്ന സാഹചര്യമുണ്ടായി. ഒരു വാഹനങ്ങൾ പോലും കടത്തിവിടാതെ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു വാഹന ഉപരോധമാണ് കോൺഗ്രസ് നടത്തിയത്. ഇതിനു പുറമെ മറ്റു പാർട്ടി പ്രവർത്തകരും വണ്ടിപ്പെരിയാറിൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചു. ജെറിൻ, ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള സംഘടനകളുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ? നിലവിൽ പ്രകടനങ്ങളെല്ലാം തന്നെ അവസാനിച്ചിരിക്കുകയാണ്. ഏകദേശം കോടതി വിധി വന്നതിന് ശേഷം ഏകദേശം ഒരു ഉച്ചവരെ വണ്ടിപ്പെരിയാറിൽ വളരെ ശാന്ത രീതിയിലാണ് മുന്നോട്ട് പോയത്. എന്നാൽ അതിനുശേഷം വളരെ വൈകാരികമായിട്ടുള്ള പ്രതികരണങ്ങൾ ഈ ലയങ്ങളിൽ നിന്നും അതോടൊപ്പം തന്നെ ജനങ്ങൾക്കിടയിൽ നിന്നുമുണ്ടായി. ഇതിനുശേഷമാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷനിലേക്കൊക്കെ മാർച്ച് നടത്തിയത്. ഈ കുട്ടിയെ ശിക്ഷിക്കാൻ തക്കതായ തെളിവുകളൊക്കെ പോലീസ് കണ്ടെത്താൻ സാധിച്ചില്ല. ഇതിനെതിരെ വളരെ രൂക്ഷമായി തന്നെയാണ് പോലീസിനെതിരെ പ്രവർത്തകരും പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഈ കേസിന് കുടുംബത്തോടൊപ്പം ഇനിയും ഹൈക്കോടതിയിലും അതിൽ മേൽ നടപടികൾ സ്വീകരിക്കുന്നതിനും എല്ലാ രീതിയിലുള്ള സപ്പോർട്ടുകളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൊടുക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ശരി ജെറിൻ, വളരെ വ്യക്തമാണ്.